അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ മുഹമ്മദ് ഷാ, ഇനിയിപ്പോൾ രാജിവെക്കുകയാണ് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത എത്ര ശതമാനമുണ്ട്? അല്ല, രാഹുൽ മാങ്കൂട്ടം രാജിവെക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല, ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണോ എന്ന തീരുമാനം അത് KPCC എടുക്കേണ്ട തീരുമാനമാണ്. അവര് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ രാജിവെച്ചു കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തില് ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിന് ഇപ്പോൾ നിലവിൽ 7 മാസമേ ഉള്ളൂ. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയുള്ള സമയം 7 മാസമേ ഉള്ളൂ. ആ 7 മാസത്തിനകത്ത് പാലക്കാട് ജില്ലയിൽ ഒരു തെരഞ്ഞെടുപ്പ് കൂടെ അടിച്ചേൽപ്പിക്കേണ്ടതുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നിയമപരമായി അത് ഒഴിവാക്കാവുന്ന സാഹചര്യമാണ്. തെരഞ്ഞെടുപ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് പിന്നെ അൺഅറ്റൻഡഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു മെമ്പർ ഒരു പ്രതിനിധി ഇല്ലാത്ത അവസ്ഥ പാലക്കാടിന് വരാതിരിക്കുന്നത് ഒരുപക്ഷെ നല്ലതാണ്. പക്ഷെ നിലവിൽ വന്ന ആക്ഷേപം വെച്ചിട്ട് KPCC അങ്ങനെ ഒരു തീരുമാനം ഒരുപക്ഷെ CPM എടുക്കുന്ന തീരുമാനം പോലായിരിക്കില്ല KPCC എടുക്കുന്നത്. KPCC തീർച്ചയായിട്ടും എടുക്കുന്ന തീരുമാനത്തില് ഒരു വ്യക്തി ചെയ്ത തെറ്റാണ്. പാർട്ടി ഭാഗമായിട്ട് ഒരു തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ആ വ്യക്തി ചെയ്ത തെറ്റിന് KPCC എടുക്കുന്നത് അതിന്റെ ഗ്രാവിറ്റി നോക്കിയിട്ടോ അല്ലെങ്കിൽ അത് പിന്നെ കേസെടുത്ത് ക്രൈം കൊടുത്ത് കുറ്റപത്രം കൊടുത്തതിന് ശേഷവും നടപടി എടുക്കണ്ട എന്ന് തീരുമാനിക്കുന്ന തീരുമാനമായിരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായിരുന്നാലും ശരി, ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത നിലവിലില്ല. കാരണം തീരുമാനിച്ചിട്ടും ഇപ്പോൾ ഒഴിവ് വന്നിരിക്കുകയാണ്. ഈ രണ്ടെണ്ണം നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു 6 മാസം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷനിലും വരാൻ പോകുന്ന ഒരു അവസ്ഥയാണ്. അതിനിടയിൽ ഇപ്പോൾ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന നോട്ടിഫിക്കേഷൻ കയറി വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാനുള്ള സാധ്യത കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് കോൺസ്റ്റിറ്റ്യുവൻസി അൺഅറ്റൻഡഡ് ആയി പോകാൻ പാടില്ല എന്നുള്ള വിഷയവുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ രാജിയുടെ ഒരു കോൺസിക്വൻസ് അതാണ്. രാജിയും ഈ മരണവും, അതായത് വിരുമറ്റിലെ മരണവും ഇപ്പോ ഇവിടെ രാജ്യം ഉണ്ടായാൽ രാജി. അപ്പൊ അത് എല്ലാം അഡ്രസ് ചെയ്തുകൊണ്ട് KPCC തീരുമാനം എടുക്കും. അതിന് തർക്കമൊന്നുമില്ല. യെസ്, നന്ദി ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ഈ നിയമരംഗത്തു നിന്നുള്ള വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനിടയില്ല എന്ന് തന്നെയാണ്. ഇപ്പോഴത്തെ ഈ ആരോപണങ്ങളിൽ മേൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് അഭിപ്രായം.